അങ്ങനെ ബംഗാളിൽ ഒരു യുഗം അവസാനിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ പുച്ഛിച്ച് ചിരിച്ചവർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം വെറും ഊഹമല്ല, മറിച്ച് ബംഗാളിന്റെ ചുവരെഴുത്തായിരുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന വോട്ടെണ്ണൽ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമാകുമ്പോൾ പശ്ചിമ ബംഗാളിൽ BJP ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ആകെ 293 സീറ്റുകളിൽ 197ലും വിജയമുറപ്പിച്ച് BJP അധികാരത്തിലേക്ക് രാജകീയമായി കുതിക്കുമ്പോൾ മമതയുടെ തൃണമൂൽ വെറും 90 സീറ്റുകളിലേക്ക് ദയനീയമായി ഒതുങ്ങിയിരിക്കുന്നു. അവിശ്വസനീയമെന്ന് പലരും തള്ളിക്കളഞ്ഞ ടുഡേയ്സ് ചാണക്യയുടെ ആ പ്രവചനം ഇപ്പോൾ അക്ഷരം പ്രതി എക്സാക്ട് പോളായി മാറിയിരിക്കുകയാണ്. എക്സിറ്റ് പോളായിട്ടല്ല, എക്സാക്ട് പോളായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വരുന്നത് എന്നത് ഈ മാറ്റത്തിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള ഒരു അതിർത്തി സംസ്ഥാനമാണ് ഇപ്പോൾ BJPയുടെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് ഓരോ ഭാരതീയനും ആശ്വസിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ടുഡേയ്സ് ചാണക്യ തങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ പരിഹാസമാണ് ഉയർന്നത്. 2021 77 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഒറ്റയടിക്ക് 197 സീറ്റുകൾ നേടുമെന്ന പ്രവചനം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ദഹിക്കുന്നതായിരുന്നില്ല. മാട്രിസ്, പിമാർക്ക് തുടങ്ങിയവർ BJPക്ക് പരമാവധി 141 സീറ്റുകൾ പ്രവചിച്ചപ്പോൾ ചാണക്യയുടെ കണക്കുകൾ വെറും അതിശോക്തിയാണെന്ന് പലരും വിധി എഴുതി. ആ പുച്ഛത്തിനുള്ള ജനത്തിന്റെ ചെരുപ്പാലുള്ള അടിയാണ് ഇന്നത്തെ ഈ വോട്ടെണ്ണൽ ഫലം. മമതാ ബാനർജി നേരിട്ട അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ വൻ തകർച്ചയുടെ പ്രധാന കാരണം. അതെല്ലാം എളുപ്പത്തിൽ മറികടക്കാൻ ബൂത്ത് പിടുത്തവും ഗുണ്ടായുസവും ഇറക്കാവുന്ന സ്ഥിരം മോഹം ഇത്തവണ നടന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന ഇടപെടലും അർദ്ധസൈനിക വിഭാഗത്തിന്റെ കേന്ദ്രസേനയുടെ ശക്തമായിട്ടുള്ള കാവലും ദീദിയുടെ പതിവ് തന്ത്രങ്ങളുടെ മുനയൊടിച്ചു. ജനവികാരം വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്യമായി പതിഞ്ഞതോടെ സംസ്ഥാന ഭരണം പൂർണ്ണമായും അവർക്ക് കൈവിട്ടു പോയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ യുഗത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വോട്ടിംഗ് യന്ത്രങ്ങളിലെ കണക്കുകൾ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ഇന്ന് തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ കണ്ട് ചിരിച്ചവർ ഇപ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ BJP ക്യാമ്പുകളിൽ ബംഗാളി രസഗുളകളുടെ മധുര വിതരണം ഇതിനോടകം തന്നെ പൊടി പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്.